ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് വെണ്ടയ്ക്കയും അയലയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ആളിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചെറിയ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറിയിലെ മസാലയെല്ലാം ഒന്ന് മീനിൽ പിടിച്ച് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നടുക്കെ കീറിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 2 എണ്ണം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിടി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ മൂപ്പില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കറിക്ക് വഴറ്റാൻ ആവശ്യമുള്ള പച്ചക്കറിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി വേണം. അതും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനാണ് ഈ രീതിയിലൊന്ന് ചെയ്യുന്നത്. വെണ്ടയ്ക്ക ഇവിടെ നിന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ആവശ്യമുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ. ഞാനിവിടെ കുറച്ച് പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വാളൻ പുളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഇട്ടിട്ട് ചെയ്യാവുന്നതാട്ടോ. ഉള്ളി ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഉള്ളിക്കൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പിലയും നേരത്തെ നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഷ് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിർബന്ധമില്ല. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം ഒന്ന് തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അയല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ കയ്യിലിട്ടിട്ട് ഒരുപാട് ഇളക്കരുത്. നമുക്കിതൊന്ന് ചട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കണം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയല വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.